ഹലോ ഫ്രണ്ട്സ്, ഓണമൊക്കെ വരുവാണ്. അപ്പോൾ ഓണം ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓണക്കോടി, ഓണസദ്യ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കാനുള്ള ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂട്ടത്തിലൊരു വെറൈറ്റി റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൺ ഓപ്ഷൻ കൂടെ തന്നെ വിളിച്ച് വെക്കാൻ ഓർമ്മിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, അരിയൊക്കെ ചാക്കിൽ ഇതുപോലെ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നൂല് നമ്മൾക്ക് എങ്ങനെ അത് അഴിച്ചെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അരിച്ചാക്കിൽ ഇതുപോലെ രണ്ട് അറ്റങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതായിട്ട് കാണാം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. അപ്പോൾ നമുക്ക് വലുതിൻ്റെ ആവശ്യമില്ല, ചെറുത് എടുക്കുക. നീളത്തിലുള്ള നൂലിൻ്റെ അറ്റം എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്ന് കൊളുത്ത് പോലെ ഇരിപ്പുണ്ട്. ആ കൊളുത്തൊന്ന് അഴിച്ചത് നൂല് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലൂസാക്കി എടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് അത് അഴിച്ചെടുക്കാനായിട്ട്, അത് ഊരിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അങ്ങനെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അത് ഊരിയെടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് നൂലിൻ്റെ അറ്റം കാണാം. ആ നൂല് ഒന്ന് പിടിച്ച് രണ്ട് അറ്റവും പിടിച്ചൊന്ന് വലിച്ചാൽ മതി. അത് അഴിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഇതിൽ കാണുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ്. ചില സമയത്ത് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയം അത് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് ടൈറ്റ് ആവും. അങ്ങനെ ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം ഒന്ന് സിസേഴ്സ് കൊണ്ടൊന്ന് വെട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ എൻഡ് ഒന്ന് അഴിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ തന്നെ ഇതേപോലെ തന്നെ അത് അഴിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഞാൻ വേറൊരു ചാക്കൂടെ ഒന്ന് അഴിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ ആ ചെറിയ നീളത്തിലുള്ള നൂലിൻ്റെ അറ്റമാണ് എടുത്ത് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എൻഡ് അവിടെ ഒന്ന് കൊളുത്തി വെച്ചിരിക്കുമായിരിക്കും. അതൊന്ന് ലൂസാക്കി എടുത്ത് അതൊന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ ആ നൂലിൻ്റെ രണ്ടറ്റത്തും പിടിച്ചൊന്ന് വലിച്ചാൽ മതി. നൂല് കളയരുത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂലാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം കാലായിട്ടുള്ള പെന്നയിൽ ഇതൊന്ന് ചുറ്റി വെച്ചാൽ മതി. അത് നമുക്ക് വീണ്ടും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ നൂലെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, ഓണത്തിന് സദ്യ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ അരി ആദ്യം തന്നെ അത് വേവിച്ച് എടുത്ത് വെക്കണം. കാരണം അതിന് കൂടുതൽ വേവുള്ളതാണ്. അപ്പം ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് കൂടുതൽ അരി വെക്കേണ്ടതായിട്ട് വരും. സദ്യ ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് കുഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ നല്ലൊരു ടിപ്പാണ്. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെരടി ഒന്ന് കഴുകുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ അഴുക്കെല്ലാം ഒന്ന് പോയി കിട്ടും. നന്നായിട്ട് ഞെരടി കഴുകുന്നു. എന്നിട്ട് അതിനൊന്ന് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് ഒന്ന് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലുള്ള എക്സ്ട്രാ സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റാർച്ച് ഇത് പോയി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ രീതിയിൽ നമ്മളൊന്ന് 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഒന്ന് ഞെരടി കഴുകിയെടുക്കുവാണെങ്കിൽ ആ ചോറ് ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് വീണ്ടും അത് കഴുകണം. പിന്നെ നമ്മൾ കഴുകുന്നത് അത് ആ വെള്ളം കഴുകുമ്പോൾ നമുക്കറിയാം ആ വെള്ളം തെളിഞ്ഞ് വരുന്നതായിട്ട്. അപ്പോൾ ആ ലാസ്റ്റ് എപ്പോഴാണോ തെളിഞ്ഞ് വരുന്നത് അത്രയും നേരം തന്നെ അത് നമ്മൾ അരി നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അരി കഴുകുന്ന വെള്ളം നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു കലത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അരി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച വെള്ളമാണ്, അപ്പോൾ തെറിച്ച് ദേഹത്തോട്ട് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തവി എടുത്തിട്ട് നമുക്ക് പതുക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അത് തിളയ്ക്കും. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേവുള്ള അരിയാണ്, പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് അടച്ച് അരമണിക്കൂറോളം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാർത്തെടുത്താൽ മതി. അപ്പോഴത്തേന് അത് അരി ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോഴേ അരി വേവിക്കുമ്പോൾ പശുപശുപ്പായിട്ടുള്ള അരി, പെട്ടെന്ന് വേവുന്ന അരിയൊക്കെ ഈ രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടും.
അടുത്ത മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ ഓണത്തിനേക്കുള്ള വെജിറ്റബിളൊക്കെ ഒരു 3 ദിവസം മുമ്പേ തന്നെ മേടിച്ച് എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാവുന്നതാണ്. കാരണം തലേന്ന് പോയി മേടിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളൊന്നും കിട്ടണമെന്നില്ല. അതുപോലെ എല്ലാ വെജിറ്റബിളും കിട്ടണമെന്നില്ല. അപ്പം 3 ദിവസം മുമ്പേ ഇതുപോലെ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആക്കി ഓരോന്ന് എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. പടവല നമുക്ക് ഇതുപോലെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അത് മേടിച്ചുകൊണ്ട് വരുന്ന അതേ രീതിയിൽ തന്നെ നമുക്കൊരു കവറിനകത്ത് പൊതിഞ്ഞ് എടുത്ത് വെച്ചാൽ മതി. അത് വെള്ളം പിടിക്കുന്ന വെജിറ്റബിളാണ്, ആ വെള്ളം അധികമായിട്ട് പിടിച്ചെടുക്കുന്ന വെജിറ്റബിളാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഒരുക്കി എടുത്താൽ മതി. അപ്പോഴേ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പച്ചമുളക് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഞെടുപ്പൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ അഴുക്കായിട്ടുള്ളതൊക്കെ നമുക്ക് മാറ്റാം. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടവൽ വിരിച്ചിട്ട് അതിലോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാനായിട്ട് സഹായിക്കും ആ ടവലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെണ്ടയ്ക്കായ, ക്യാരറ്റ്, കറിവേപ്പില എല്ലാം കഴുകി ഇതുപോലെ വെള്ളം തോരാനായിട്ട് ആ ടവലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ കൊണ്ട് അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അച്ചാർ ഒക്കെ നമുക്ക് തലേന്ന് ഇട്ട് വെക്കാവുന്നതാണ്. അച്ചാറൊക്കെ അപ്പോൾ നേരത്തെ നമുക്ക് ഇട്ട് വെക്കാം. അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റ് പരുവത്തിന് ഉപ്പും എരിവും ഒക്കെ പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഓണത്തിനേക്ക് വേണ്ടിയ വെജിറ്റബിളെല്ലാം ഇതേപോലെ കഴുകി തുടച്ചെടുത്ത് വെക്കാവുന്നതാണ്. അന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ സമയമൊക്കെ ഇതൊക്കെ എടുക്കാനും ഓരോന്ന് സ്ഥലം തിരിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കഴുകിയൊക്കെ എടുത്ത് വെക്കാനായിട്ടൊക്കെ സമയം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വെജിറ്റബിൾ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് പിന്നെ കുക്ക് ചെയ്താൽ മതി. കുറേ നാൾ വെക്കാനായിട്ടാണെങ്കിൽ അതിൻ്റെ രണ്ടറ്റവും ഒന്ന് മുറിച്ചിട്ട് അതിൽ ശകലം ഒന്ന് ഓയിലൊന്ന് രണ്ടറ്റത്തും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ട്രേക്കകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാം. ഇനി അങ്ങനെ കുറേ നാൾ വെക്കുന്നില്ല എങ്കിൽ നമുക്ക് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ എടുക്കാനുള്ളതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വെണ്ടയ്ക്കായിൽ പുറമേ ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ട്രേക്കകത്ത് എടുത്ത് വെക്കാവുന്നതാണ്. വെണ്ടയ്ക്ക പെട്ടെന്ന് അഴുക്കായി പോകുന്നതാണ്. അപ്പം കുറച്ച് നാൾ നമുക്ക് അഴുക്കാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. കഴുകിയെടുത്ത ഓരോ വെജിറ്റബിളും സെപ്പറേറ്റ് ട്രേയിലാക്കി വെക്കുന്നുണ്ട്. അപ്പം ട്രേയിൽ വെക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അതിന് പുറത്ത് വെജിറ്റബിൾ ഇട്ടിട്ട് ടോപ്പിലും നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് വെക്കുന്നത്. ക്യാരറ്റാണ് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് വെജിറ്റബിൾ വെക്കുന്ന ട്രേയിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണത്തിന് 3 ദിവസം മുമ്പേ നമ്മൾ വെജിറ്റബിളൊക്കെ മേടിച്ചിട്ട് കഴുകി എല്ലാം എടുത്ത് വെച്ചാൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വെക്കണ്ട. കട്ട് ചെയ്ത് വെച്ചാൽ ആ വെജിറ്റബിൾ ഫ്രിഡ്ജിലാണെങ്കിലും അത് അഴുക്കായി പോവും. അപ്പം പിന്നെ നമ്മൾ കറിയും കൂട്ടാനൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് അഴുക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം കഴുകി എല്ലാം എടുത്ത് തുടച്ച് ഡ്രൈ ആക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഒന്നുകിൽ തലേന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ രാവിലെ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അടുത്ത 4ാമത്തെ ടിപ്പ്, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. അപ്പോൾ ഓണത്തിന് അച്ചാറൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയൊക്കെ കുറേ വേണ്ടിയായിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കുറേയേറെ മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ഇതുപോലെ കവറിനകത്തോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തോ ഇട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വെച്ചിരുന്നാൽ മതി. അഴുക്കാതെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ആവശ്യത്തിനുള്ള വെളിയെടുത്തിട്ട് ബാക്കി അതേപോലെ ടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറാക്കി വെച്ചാൽ മതി. വെളുത്തുള്ളി അല്ലി സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ അല്ലി എടുത്തിട്ട് നമുക്ക് പിച്ചാത്തി കൊണ്ട് അതിൻ്റെ നടുക്കൊന്ന് വരഞ്ഞാൽ മതി. അപ്പോഴത്തേനും അത് 2ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ആ വെളുത്തുള്ളിയുടെ തോലയും നമുക്ക് പെട്ടെന്ന് അത് ഇളക്കിയെടുക്കാം. നമുക്ക് സാധാരണ ഇതുപോലെ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷേ ഈ രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വെളുത്തുള്ളി പൊളിച്ച് കിട്ടുന്നതായിരിക്കും. 5ാമത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ തോല് നമുക്ക് ഇതുപോലൊരു സ്പൂൺ വേവിച്ച് ആ തോല് ഒന്ന് ചുരണ്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ ഇതുപോലെ എടുത്ത് വെക്കാവുന്നതാണ്.
അടുത്തത് ഒരു റെസിപ്പിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ്. ഞാൻ ഈ ഫിഷ് കാണുന്നതും കുക്ക് ചെയ്യുന്നതെല്ലാം ആദ്യമായിട്ടാണ്. അപ്പം നിങ്ങൾ വീഡിയോ എടുത്ത് അത് നിങ്ങളുമായിട്ട് വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഫിഷ് അങ്ങനെ കിട്ടാറില്ല. ഫിഷിന് പറയുന്ന പേര് ബോംബെ ഡക്ക് എന്നാണ്. ഈ ഫിഷിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഇത് കാണാനൊക്കെ പറ്റിയത്. കുക്ക് ചെയ്യുന്നതൊക്കെ ഇതിപ്പോഴാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ഫിഷാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു പിടിയോളം മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പം തക്കാളി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് കണക്കെ അരച്ചെടുക്കണം. വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം കൂടി പോകരുത്. ഇതിന് ഈ റെസിപ്പിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ വെള്ളം ഒഴിക്കാതാണ് അരച്ചെടുത്തത്. ഒരു ചട്ടി വെച്ചു. ചട്ടിയിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഒരു പേരിന് മാത്രം ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അരപ്പിൻ്റെ ആ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് അതിൻ്റെ എണ്ണമയമൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സാക്കി ആ മസാലയായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് അതിനകത്തെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കുറുകിയ ആയിട്ടുള്ള പുളിവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം ഒട്ടേ കൂടിപ്പോകരുത്. ഒരു 2 ടീസ്പൂണോളം പുളിവെള്ളമാണ്, കുറുകിയായിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. പുളിവെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നീട് അതിലേക്ക് ആ പുളിവെള്ളം എടുത്ത ആ കപ്പിനകത്ത് 1 കപ്പും ഒരു ശകലം ഒരു 1/4 കപ്പ് കൂടെയാണ്, കപ്പിൽ താഴെ വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അതുകൂടെ ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് അങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുക്ക് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മീൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മീൻ എടുത്ത് 2ആയിട്ട് മുറിച്ചിട്ടാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോഴത്തേന് ഇത് കുക്ക് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മീനാണ്. അതുകൊണ്ട് അത് പിന്നെ അങ്ങ് പൊടിഞ്ഞ് പോവും. അതുകൊണ്ട് ഒരു 7-8 മിനിറ്റ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ടൈം, കുക്കിംഗ് ടൈം. അപ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അധികം വെള്ളം ആകി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മീനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടിയപ്പോൾ ഒന്ന് മേടിച്ച് കറി വെക്കുന്നതാണ്, ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പം മീൻകറി വെച്ചത് ഇഷ്ടമായി. പിന്നെ കുറച്ച് മീൻ എടുത്ത് വേറൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ച് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതുപോലെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.